ഒരു കല്യാണം കൂടാനായിട്ട് ഒന്ന് തൊടുപുഴ വരെ പോയതാ. പിന്നെ ആ പോക്ക് ചെന്ന് നിന്നത് വാഗമണ്ണിലെ വിജിലംബിച്ച തേയിലത്തോട്ടങ്ങളിലായിരുന്നു. അപ്പുവിന്റെ കല്യാണത്തിന് ഇടാനായിട്ട് വാങ്ങി വെച്ച ഡ്രസ്സാണ് കേട്ടോ. സാഹചര്യങ്ങൾ കാരണം അന്ന് ഇടാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇന്നിട്ടേക്കാന്ന്. നല്ല അടിപൊളി കളറാണ്, അതും കൂടെ അല്ലാണ്ട് ഇത് ഭയങ്കര കംഫർട്ടാണ്. ഒരു ഷോളും കൂടി ഇട്ടപ്പം ലുക്ക് തന്നെ മാറി, നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരത്തേടന്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ശരത്തേടന്റെ കൂടെയുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. നമ്മൾ ഓൾറെഡി ഈ ട്രിപ്പ് പോകാൻ മനസ്സുള്ള ആൾക്കാരാണ്, പിന്നെ കൂടെ കൂടുന്നവരും അതേ മൈൻഡുള്ളവരാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അമ്പുവിന് ഇപ്പൊ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ കൈ പിടിക്കാൻ ഒരു കാറ് വേണമെന്ന് നിർബന്ധമായി. അതുള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവരവിടെ ഇരുന്ന് അവന്റെ കൂടെ കളിയായിരുന്നു. പിന്നെ എന്റെ കണ്ണ് എവിടെ പോയാലും ചാമ്പയുടെ മാവിന്റെ മുകളിലായിരിക്കും. പനിനീർ ചാമ്പയാണോ ആപ്പിൾ ചാമ്പയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചാമ്പക്ക ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൊക്കമില്ലാത്തത് കൊണ്ട് പറിക്കാൻ പറ്റിയില്ല. അവിടെ നിന്നും തല്ലി പറിക്കാൻ കമ്പും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. നേരെ വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. എന്റെ ദൈവമേ, എന്തൊരു ടേസ്റ്റുള്ള ഫുഡായിരുന്നെന്ന് അറിയാമോ. അവിടെ ഒരു മീൻകറി തന്നു. ഞാൻ അതിന്റെ ഫാനായി പോയിട്ടോ. ആ മീൻകറിയും ഒരു ഇച്ചിരി അവിയലും മാത്രം കൂട്ടിയാണ് ഞാൻ ചോറുണ്ടത്. ഇതൊരു പള്ളിയുടെ ഓഡിറ്റോറിയവും അതിലൊരു സ്കൂളും ഒക്കെ ഉള്ള കോമ്പൗണ്ട് ആവണേ. അതുകൊണ്ട് ഇങ്ങനെ പിള്ളേരെ പറ്റിക്കാനുള്ള പരിപാടികളും ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും ഇത് കയറിയിരുന്ന പരിപാടിയും ബഹളവും ഒക്കെ ആയിരുന്നു. ഞാൻ ചാമ്പയ്ക്ക പറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോഴും. ഇവിടുത്തെ കാറ്റും മഴയൊക്കെ കണ്ട് അങ്ങോട്ട് പോയതാ. കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. നട്ടുച്ചയായതുകൊണ്ട് അവിടെ ഒരു കോടയുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നല്ല നല്ല സ്പോട്ടൊക്കെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി അതൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ അങ്ങ് പോയി. പിന്നെ പെട്ടെന്നൊരു തോന്നലങ്ങ് തോന്നി, ഏതെങ്കിലും നല്ല അടിപൊളി സ്പോട്ടിൽ നല്ല തട്ടുകടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു ഒന്നൊന്നര ചായ കുടിക്കലായിരുന്നു. ചായക്കും കട്ടനും നൂഡിൽസിനും ഒക്കെ നമ്മുടെ ഇവിടെ ഉള്ളൊരു റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളൊരു കുഞ്ഞ് പ്ലേറ്റ് കപ്പ ബിരിയാണി വാങ്ങിച്ചു. എണ്ണി പറിക്കുകയോ 4-5 ബീഫിന്റെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 240 രൂപയാണ് ആ ഒരു കപ്പ ബിരിയാണിക്ക് അവർ വാങ്ങിച്ചത്. അങ്ങനെ കിളി പോയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ആ വിഷമം തീർക്കാനായിട്ട് തിരിച്ചു വന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടെ മൊത്തം നിർത്തി അതൊക്കെ എക്സ്പ്ലോർ ചെയ്താണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ പോകുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു. മൊത്തം കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന തേയിലത്തോട്ടമായിരുന്നു. ആ തേയിലത്തോട്ടത്ത് താഴേക്ക് നടന്നു പോകാനായിട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നേ. ഞാനും അമ്പാടിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. അമ്പാടീനെ ലാസ്റ്റ് കാലേ കയ്യ വാരി കാറിനകത്ത് ഇട്ടുകൊണ്ടാണ് വന്നത്. എനിക്ക് വീട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു അവൻ. ഇവിടെ ഉണ്ടല്ലോ പശുക്കളെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു. ഓട്ടത്തിന്റെ ഇടയ്ക്ക് 1-2 തവണ അമ്പാടി ചാണകത്തിൽ ചവിട്ടുകയും ചെയ്തു. പെട്ടെന്നുള്ള ട്രിപ്പാണേലും അതിന് മധുരം കൂടുതലായിരുന്നു.